NDA എന്ന് പറഞ്ഞാൽ ഈ LDFന്റെ ഐശ്വര്യമാണ്. ചിലക്കർ ഇപ്പോഴേ ജയിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാണ് പിണറായി വിജയന്റെ ഭരണത്തിന് വിലയിരുത്താൻ സാധിക്കുക? കേരളത്തിൽ BJP പൂർണ്ണ പിന്തുണ ഞാൻ കൊടുത്തുകൊണ്ട് വല്ല പ്രയോജനമുണ്ടാ? ജനം പിന്തുണ കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇതുവരെ ഒരു സീറ്റ് നേടി അകത്തിരിക്കാൻ ഒക്കുന്നുണ്ടാ? അതെനിക്കറിയാൻ പറ്റില്ല. NDA എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു യൂണിറ്റി ഇല്ല. അവർ തമ്മിൽ പരസ്പരം കലഹം. പക്ഷെ ഇതെല്ലാം ആണെങ്കിലും അവർ വളർന്നുകൊണ്ടിരിക്കുന്നു. അവർ വളരുക എന്ന് പറഞ്ഞതിന്റെ കാരണം അവരുടെ ഗുണം കൊണ്ടല്ല, എതിരാളികളുടെ ദോഷം കൊണ്ട്. ആശ്രയിക്കാൻ മറ്റൊരു സ്ഥലമില്ല എന്ന് കണ്ടപ്പോൾ അവർ NDA ആശ്രയിക്കുന്നു. പക്ഷെ NDA വളർന്നുകൊണ്ട് ഇപ്പൊ ഗുണം ആർക്കാ കിട്ടിയത്? LDFന് കിട്ടിയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഉണ്ണിയാടൻ തോറ്റുപോയത് എന്തുകൊണ്ട്? NDA വോട്ട് 30 ലക്ഷം പിടിച്ചപ്പോഴാണ് ഉണ്ണിയാടൻ തോറ്റത്. അതല്ല എങ്കിൽ അവിടെ ഉണ്ണിയാടൻ എത്രയോ കൊല്ലമായി സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സജി ചെറിയാൻ ജയിക്കുന്നത് എങ്ങനെയാണ്? ഒരു കോൺഗ്രസ് സീറ്റല്ല. NDA കുറെ സീറ്റ് 10, 20,000, 25,000 വോട്ട് പിടിച്ചപ്പോൾ സജി ചെറിയാൻ ജയിക്കാൻ തുടങ്ങി. അവന് വർക്കല കഹാറല്ലേ എന്നും ജയിക്കുന്നത് കോൺഗ്രസ്. എന്തേ പോയി NDA വോട്ട് പിടിച്ചുകൊണ്ട്? അത് ചുരുക്കം പറഞ്ഞാൽ ഈ NDA എന്ന് പറഞ്ഞാൽ ഈ LDFന്റെ ഐശ്വര്യമാണ്. അതൊക്കെ ഞാൻ പറഞ്ഞ കാര്യമല്ല, ഇവിടെ പറയേണ്ട കാര്യമല്ലല്ല. അത് അവർക്ക് ഓരോരുത്തരും അദ്ദേഹം നിഷ്പക്ഷമതകൾക്ക് തോന്നുന്നൊരു അനവസരത്തിലുള്ള ചാട്ടമായി പോയി എന്നും പറയും പലരും. എന്നാലും രാഷ്ട്രീയ അഭിപ്രായം ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യമല്ലേ. അതവിടെ പോയപ്പോൾ ഈ പച്ച കണ്ട് താടിയിട്ട് ഇനി അവിടെ ചെല്ലുമ്പോൾ എന്താണ് അനുഭവം നമുക്ക് കാത്തിരുന്ന് കാണാം. അതൊന്നും എനിക്ക് പറയാൻ ഒക്കത്തില്ല. അത് അദ്ദേഹമല്ലേ തീരുമാനിക്കേണ്ടത്. ഓരോ രാഷ്ട്രീയക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന കാലമല്ലേ ഇപ്പോൾ. എവിടെയെങ്കിലും ആരെങ്കിലും സ്ഥിരമായിട്ട് നിൽപ്പുണ്ട്? അപൂർവം കുറെ ആളുകൾ നിൽപ്പുണ്ട്. കോൺഗ്രസിലില്ലേ ചാടി അങ്ങോട്ട് പോയി. ഈ ചാട്ടമാണല്ലോ എല്ലാവരും. അതോ അത് ഞാൻ 2 കൊല്ലങ്ങൾക്ക് മുമ്പേ പോയ ഒരാളാണ്. ആ വക്കം മുനമ്പത്തിന്റെ ആ സത്യാവസ്ഥയെ പറ്റി ഞാൻ പ്രസിദ്ധീകരിക്കുന്ന യോഗനാഥത്തിൽ എഡിറ്റോറിയൽ മാസങ്ങൾക്ക് മുമ്പ് എഴുതിയവനായ ഇപ്പോഴാണ് വളരെ ചൂട് പിടിച്ചു വന്നത്. വക്കം മുനമ്പം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി കുഴിയായി കിടന്ന സ്ഥലങ്ങള് പാവങ്ങൾ വള്ളത്തിൽ മണ്ണിറക്കി കഷ്ടപ്പെട്ട് 2 തലമുറ അവിടെ താമസിക്കുകയാണ്. അവരും പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. ആ പൈസ കൊടുത്ത് മേടിച്ച് അവരെല്ലാം ഇന്ന് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്വരഹിതമാണ്. അത് പറയാൻ കൊള്ളുകയില്ല. അതിന് നിയമനിർമ്മാണം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അടിയന്തരമായി ചെയ്തുകൊണ്ട് അവർക്ക് കരമെടുക്കാനും ആ ഭൂമി സ്ഥിരാവകാശം കിട്ടാനുമുള്ള നിയമമായാലും ചട്ടങ്ങളായാലും അടിയന്തരമായി ഉണ്ടാക്കണം. സർക്കാർ ഈ 2 മുന്നണികളും അത് തന്നെയല്ലേ ചെയ്തത്. അസംബ്ലിയിൽ പാസ്സാക്കിയത് ആരാണ്? ഇടതു മുന്നണി അല്ലല്ലോ. ആ കൂട്ടത്തിൽ വരുമ്പോൾ UDF LDFും ആ കൂട്ടത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് വഖഫ് ബോർഡിനെ സൂചിപ്പിക്കാൻ വേണ്ടി പ്രമേയം പാസ്സാക്കില്ലേ? അതെല്ലാം മറന്നു പോകരുത്. അത് ആരെ തൃപ്തിപ്പെടുത്തുവാനാണ്? അത് തെറ്റായിപ്പോയെന്നൊരു തോന്നല് ആ ഒരു സമുദായം ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായം ആകെ ഇളകി മറിഞ്ഞ് മുമ്പോട്ട് വന്നപ്പോൾ ചെയ്തത് തെറ്റായിപ്പോയെന്ന് പലർക്കും ഇപ്പോൾ തോന്നാൻ തുടങ്ങിയപ്പോൾ തെറ്റ് തിരുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് എനിക്കറിയില്ല, എനിക്ക് വിശ്വാസമില്ല. അതൊക്കെ നമുക്ക് കണ്ട് അനുഭവിച്ചിട്ട് പറയാനേ സാധിക്കുള്ളൂ. എന്ന് രാഷ്ട്രീയപരമായി പറയാം, പക്ഷെ അതിൽ നിന്ന് എന്ത് റിസൾട്ട് കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ തീരുമാനം. ആ ഒരു തീരുമാനവും ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും സത്യം പകൽ പോലെ അറിയാവുന്ന സത്യമല്ലേ നിലനിൽക്കുന്നത്. അതനുസരിച്ച് നിലനിർത്താൻ നോക്കുന്ന അവിടുത്തെ സാധാരണക്കാരാണ്, പാവപ്പെട്ടവരാണ്, മത്സ്യത്തൊഴിലാളികളാണ് അവിടെയുള്ള മഹാഭൂരിപക്ഷവും. ഇവരെല്ലാം ഞാൻ നേരിട്ട് 2 കൊല്ലങ്ങൾക്ക് പോയി കണ്ടിട്ടുള്ളവരാണ്.
അതുങ്ങളോട് ഒരു ദയവും ദീനതയാണ് കാണിക്കുന്നത്. അവരോട് ദാർഢ്യത്തിന്റെ നിയമത്തിന്റെ അവിടെ തലയിലേക്ക് വീശരുത്. അവർക്ക് നീതിയും ധർമ്മവുമാണ് കൊടുക്കേണ്ടത്. വെള്ളക്കുഴിയായി കിടന്നതാണ്, മണ്ണറക്കിയാണ് അവർ ഇതെല്ലാം ഈ പരുവത്തിലാക്കി കൃഷി ചെയ്ത് ഈ പരുവ വളർന്ന് 2 തലമുറയായി മിശ്രയെ അവരോട് താമസിക്കാൻ തുടങ്ങിയിട്ട്. അവരിന്നിപ്പോൾ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്താൽ എന്തൊരു കഷ്ടമാണ്. ഇത് ജനാധിപത്യമാണ് ഇത്. അതായത് മതാധിപത്യമാണ്. ചില മതാധിപത്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റുകൾ വഴങ്ങിക്കൊടുക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുമോ? ഞാൻ പറയുന്നില്ലെങ്കിൽ പലർക്കും തോന്നിക്കുന്നുണ്ട്. അത് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ നേരിട്ട് വന്ന് ചോദിക്കുമ്പോൾ പറയാറില്ല. പാലക്കാട്ടും വയനാട്ടിലെ മുന്നേറ്റത്തെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ മുന്നേറ്റമല്ല. ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം ക്ഷീണം വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾ വിചാരിച്ച 5 ലക്ഷമല്ലേ, ആ 5 ലക്ഷത്തിന്റെ മുന്നേറ്റം നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ഒരു മുന്നേറ്റമായിട്ട് പറയാൻ ഒക്കുമോ? കണക്ക് തെറ്റില്ലേ? ശതമാനം കുറഞ്ഞില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ശതമാനം വോട്ട് കുറഞ്ഞപ്പോൾ തന്നെ ജനങ്ങളിലുള്ള വികാരത്തിന് മുന്നേറ്റം ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുമോ? അപ്പോൾ അതങ്ങ് കളഞ്ഞേരി. പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. അവിടെ കോൺഗ്രസ് നല്ലപോലെ ഒത്തവണ വർക്ക് ചെയ്തു. കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കുറ്റം പറയാനുള്ള നല്ല കാൻഡിഡേറ്റാണ്. പക്ഷെ അവിടെ ശക്തമായ മത്സരം നടക്കുമ്പോൾ ഇപ്പോൾ BJP അല്പം മുമ്പിൽ നിൽക്കുന്നു. ഇനി എന്താകും അതിന്റെ അവസരം എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ആര് ജയിച്ചാലും ജനം തോറ്റു. പിണറായി സർക്കാരിന്റെ വിലയിരുത്തൽ എങ്ങനെ പറയും? അത് ചേലക്കര എന്തെങ്കിലും സംഭവിച്ചിരുന്നുണ്ട് പറയാമായിരുന്നു. ചേലക്കര ഒന്നും സംഭവിക്കുന്നില്ല. ചേലക്കര ഇപ്പോഴേ ജയിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാണ് പിണറായി വിജയന്റെ ഭരണത്തിന് വിലയിരുത്താൻ സാധിക്കുക?